ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വാട്സപ്പ് മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് പ്രോ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള എക്സലിൽ വാട്സപ്പ് ഉള്ള നമ്പർ ഇല്ലാത്ത നമ്പർ ഫിൽട്ടർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ കഴിയുന്നതും വാട്സപ്പ് ഉള്ള നമ്പറിലേക്ക് മാത്രം മെസ്സേജസ് അയക്കുക. ഈ വാട്സപ്പ് ഇല്ലാത്ത നമ്പറിലേക്ക് ഒരുപാട് മെസ്സേജസ് പോകുമ്പോൾ വാട്സപ്പിന് അത് സ്പാമിംഗ് ആണെന്ന് മനസ്സിലാക്കുകയും അത് ബാൻ ചെയ്യാനുള്ള ടെൻഡൻസി ഒരുപാടുണ്ട്. അപ്പം ഈ ഒരു എക്സൽ നമ്മുടെ കയ്യിൽ കിട്ടുവാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എക്സലിൽ നിന്ന് വാട്സപ്പ് ഉള്ള നമ്പറും ഇല്ലാത്ത നമ്പറും എങ്ങനെ ഫിൽട്ടർ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായി അതിന് ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക. ടൂൾസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം വാട്സപ്പ് നമ്പർ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സ്റ്റാർട്ട് നോ കൊടുക്കുക. ഇവിടെ അപ്ലോഡ് എക്സൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഏതാണോ എക്സൽ ആ എക്സലോട് അപ്ലോഡ് ചെയ്യാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ എക്സൽ ആദ്യത്തെ കോളത്തിൽ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് ഫിൽട്ടർ ആവുള്ളൂ. ഞാനിവിടെ ഒരു എക്സൽ സെലക്ട് ചെയ്യുന്നുണ്ട്, ഓപ്പൺ കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ആ നമ്പർ ഇവിടെ റീഡ് ആവുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൺട്രി കോഡ്, വിത്തൗട്ട് കൺട്രി കോഡ് വേണം നമ്മൾ നമ്പർ ഫിൽട്ടർ ചെയ്യാൻ നേരം ഇവിടെ കൊടുക്കേണ്ടത്. കാരണം ഓൾറെഡി ഇവിടെ 91 ആഡ് ചെയ്തിട്ടായിരിക്കും ഇത് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് കൺട്രി കോഡ് വേണം നമ്മളിവിടെ നമ്പർ കൊടുക്കാൻ. അതിനുശേഷം അപ്ലോഡ് എക്സലിൽ നമ്പർ കൊടുത്തതിന് ശേഷം ക്ലിക്ക് ടു ഇനിഷ്യേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പർ ഇവിടെ കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ കണക്ട് ചെയ്ത വാട്സപ്പ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, വാട്സപ്പ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും. നമ്മൾ എത്ര അധികം നമ്പറാണോ കൊടുക്കുന്നത് അത്രയധികം ആയിരിക്കും ഇവിടെ ടൈം എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 നമ്പർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം ഒരു 2 to 3 minutes കൊണ്ട് എല്ലാ നമ്പേഴ്സും ഇവിടെ ഫിൽട്ടർ ചെയ്ത് കിട്ടും. കഴിയുന്നത് നിങ്ങൾ മാക്സിമം ഒരു 500 1000 നമ്പേഴ്സ് ഉള്ള എക്സൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 10,000 20,000 ഒക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാതിരിക്കത്തില്ല, അത്രയും ടൈം എടുക്കുന്നതാണ്. ഇതാ ഇവിടെ ഇപ്പോൾ ഫിൽട്ടർ ആയിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്പറിന്റെ കോളത്തിൽ നമ്മൾ കൊടുത്ത നമ്പർ റൈറ്റ് സൈഡിൽ സ്റ്റാറ്റസ് കാണിക്കുന്നു. സ്റ്റാറ്റസിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം വാട്സപ്പ് ഉള്ളതാണ്. ഈ ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ട്രൂ എന്ന് കാണിക്കുന്നത് ആ വാട്സപ്പ് ബിസിനസ് വാട്സപ്പ് ആയിരിക്കും, ഫോൾസ് എന്ന് പറയുന്നത് പേഴ്സണൽ വാട്സപ്പ് ആയിരിക്കും. ഇനി നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്തിട്ട് ഞാനിവിടെ നമ്പർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്യാണ്. ഓക്കെ, നമുക്കിപ്പം നമ്മുടെ ആ റിപ്പോർട്ട് ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഞാൻ എക്സൽ കാണിക്കാം. എക്സൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റാറ്റസിൽ ബി എന്ന് പറഞ്ഞ കോളത്തിലാണ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. ആ ബിയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സോർട്ട് ആൻഡ് ഫിൽട്ടർ ക്ലിക്ക് ചെയ്യുക. ഫിൽട്ടർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു സിമ്പൽ വരും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതായത് ആ വാട്സപ്പ് നമ്പർ ഇല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്ന് വരെ കാണിക്കും. അപ്പോൾ ഈ സെലക്ട് ഓൾ അൺടിക്ക് ചെയ്തിട്ട് അവൈലബിൾ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ ഇവിടെ വരും. ഇത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൾക്ക് ക്യാമ്പയിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളിത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.